നമ്മളിൽ ചിലർക്ക് വലിയ കൂട്ടത്തിൽ പോകാനും ഫംഗ്ഷൻസിൽ പങ്കെടുക്കാനും എല്ലാവരോടും സംസാരിക്കാനും വലിയ താല്പര്യമുണ്ടാകില്ല. ഓണം പോലെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ പോലും അവിടെ പോകേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു മടിയോ അസ്വസ്ഥതയോ തോന്നാം. പക്ഷേ അതേസമയം നമ്മൾക്ക് വളരെ അടുത്ത കുറച്ച് ആളുകളോട് മാത്രം സംസാരിക്കാനും സമയം ചെലവഴിക്കാനും വളരെയധികം ഇഷ്ടമായിരിക്കും. ഇതെന്തുകൊണ്ടാണ്? ഒന്നാമതായി, ഇത് ഇൻട്രോവേർഷൻ ആയിരിക്കാം. എല്ലാവരോടും സോഷ്യലൈസ് ചെയ്യുന്നതിന് പകരം കുറച്ച് ആളുകളുമായി ഡീപ്പായിട്ടുള്ള കണക്ഷനാണ് ചിലർക്ക് കൂടുതൽ കംഫർട്ടബിൾ. രണ്ടാമതായി, മെൻ്റൽ എക്സോഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ആളുകളുമായി ഇടപെടുന്നത് പോലും ഒരു ജോലിയായി തോന്നാം. അപ്പോൾ ഒറ്റയ്ക്കിരിക്കാനായിരിക്കും കൂടുതലിഷ്ടം. മൂന്നാമതായി, ചിലപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണും എന്നുള്ള ഓവർ തിങ്കിങ് കാരണമാകാം ആളുകളെ ഒഴിവാക്കാൻ തോന്നുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എനിക്ക് ആളുകളോട് പൊതുവെ ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ എൻ്റെ ക്ലോസായ ആളുകളോട് ഞാൻ ഹാപ്പിയാണ് എന്നാണെങ്കിൽ അത് പലപ്പോഴും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിരിക്കാം. എന്നാൽ മുൻപ് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളോടും ആളുകളോടും ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയും ഒന്നും സന്തോഷം തരാതാവുകയും എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ മാത്രം തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറും ഇൻട്രോവേർഷൻ മാത്രമാകണമെന്നില്ല. സ്ട്രെസ്, ബേൺഔട്ട്, ലോ മൂഡ് തുടങ്ങിയവയും കാരണമാകാം. അതുകൊണ്ട് എല്ലാവരെയും പോലെ സോഷ്യലായിരിക്കണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എത്ര ആളുകളാണ് വേണ്ടത് എന്നതല്ല പ്രധാനപ്പെട്ടത്. ആ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം കംഫർട്ടബിൾ, സേഫ്, ജെന്യുവൻലി ഹാപ്പിയാണ് എന്നതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾക്കും ഇങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് എല്ലാവരെയും വേണ്ട, എനിക്ക് മനസ്സിലാകുന്ന കുറച്ച് ആളുകൾ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടവരായിരിക്കണമെന്നില്ല, നിങ്ങൾ സിലക്റ്റീവായിരിക്കാം.